SEOയിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകളും എൻറ്റിറ്റി SEO എന്ന ഒരു ടേം കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ പല ആളുകളും അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരിയായ അർത്ഥത്തിലല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻറ്റിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള എന്തിനേയും എൻറ്റിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ പഴയ കാലത്ത് ആക്ച്വലി കീവേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ സെർച്ച് ഫ്രേസുകൾ വെച്ചിട്ട് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു ആൻസേഴ്സ് കൊടുത്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു സെർച്ച് ക്വയറി വരികയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള മീനിങ് മനസ്സിലാക്കുകയും അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുകയും അത് ഏത് എൻറ്റിറ്റിയെക്കുറിച്ചാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഒരു ആൻസർ കൊടുക്കുന്നതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ഗൂഗിളിൻ്റെ രീതി. അതുകൊണ്ട് എൻറ്റിറ്റി SEO പ്രാക്ടീസ് ചെയ്യുന്നത് ഇനിയുള്ള കാലത്ത് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ ഒരാളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരാളെ മനസ്സിലാക്കുന്നത് അയാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ടല്ല. അയാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, അയാളുടെ വെയറബൌട്ട്സ്, അയാൾ എവിടെ ജോലി ചെയ്യുന്നു, അയാളുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട